ജോലിയിൽ ഏകാഗ്രത കുറവ് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നുണ്ടോ? ക്യൂവിൽ നിൽക്കുമ്പോൾ ക്ഷമയില്ലായ്മ തോന്നാറുണ്ടോ? ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ അക്ഷമനായി ദേഷ്യം വരാറുണ്ടോ? ഇതൊക്കെ ഉണ്ടെങ്കിൽ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്ന ഒരു സ്ഥിതിവിശേഷം നിങ്ങൾക്കുണ്ടോ എന്ന് പരിശോധിക്കേണ്ടത് ആവശ്യമാണ്. ADHD എന്ന് പറയുന്നത് കുട്ടികൾക്ക് മാത്രമുള്ള ഒരു പ്രശ്നമാണെന്ന് തെറ്റിദ്ധാരണ വേണ്ട. ശരിയാണ്, ഇതിന്റെ ഓൺസെറ്റ് കുട്ടിക്കാലത്ത് തന്നെയാണ്. കാരണം ചെറുതിലെ മുതലേ ഇതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങാറുണ്ട്. പക്ഷെ ഈ പിരിപിരിപ്പും അക്രമ സ്വഭാവവും ഒക്കെ കുറഞ്ഞിട്ട് പാകതയുള്ള ഒരു സ്വഭാവമായിട്ട് ഒരു അഡൾട്ട് വളർന്നു കഴിയുമ്പോഴേക്കും ഈ ലക്ഷണങ്ങൾ ഒന്നും തന്നെ കാണണമെന്നില്ല. എന്നാൽ ശ്രദ്ധയില്ലായ്മ മൂലം ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്കുണ്ടായേക്കാം. അക്കാഡമിക് മികവൊക്കെയും മൈൽഡ് ADHD ഉള്ളവർക്ക് അല്ലെങ്കിൽ മോഡറേറ്റ് ADHD ഉള്ളവർക്ക് നല്ലവണ്ണം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട്. കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു കോച്ചിങ് സിസ്റ്റം എന്ന് വെച്ചാൽ അനേകം കോച്ചിങ് സെന്റേഴ്സ് ഉണ്ട്, പോരാഞ്ഞിട്ട് ട്യൂഷന് പോകാറുണ്ട്. ടീച്ചേഴ്സും പേരൻസും എല്ലാവരും ഒരു കുട്ടിയുടെ മികവിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാറുണ്ട്. തൽഫലമായിട്ട് അഥവാ ഈ ADHD എന്നുള്ള ഒരു പ്രശ്നം കുഞ്ഞുനാൾ മുതലേ ഉണ്ടെങ്കിലും സിവിയറിറ്റി അധികം ഇല്ലാത്ത സ്ഥിതിവിശേഷമുള്ളവർക്ക് ഇത്തരം സഹായങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ മറ്റ് പരിവർത്തനങ്ങൾ അവരുടെ ദൈനംദിന ജീവിതത്തിൽ വരുത്തുന്നത് കൊണ്ട് അത്യാവശ്യം നല്ല മാർക്കൊക്കെ തന്നെയും കിട്ടിപ്പോകാറുമുണ്ട്. അവർ നല്ല കരിയർ തേടി അല്ലെങ്കിൽ നേടിയെടുക്കാറുമുണ്ട്. പക്ഷെ പലപ്പോഴും ഈ കരിയറിൽ ഉറച്ചു നിൽക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നു. അത് തന്നെയല്ല, പലതരം ജോലിയിൽ അവർ പരിശ്രമിക്കാറുണ്ട്. ഒന്നിലും പിടിച്ചു നിൽക്കാൻ കെൽപ്പില്ലാതെയാകുന്നു. ഓരോ ജോലിയും വിട്ടുകളഞ്ഞ് അടുത്തത് തേടിപ്പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഡെഡ് ലൈൻ കീപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരുന്നു. പറയുന്ന സമയത്ത് ചെയ്തു തീർക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് വരുന്നു. ടൈം മാനേജ്മെന്റ് പാടെ പ്രശ്നമായി അവർക്ക് മാറുന്നു. ബന്ധങ്ങളിൽ ഉലച്ചിൽ സംഭവിക്കുന്നു. പെട്ടെന്ന് അക്ഷമരാകുകയും കോപം ഉണ്ടാകുകയും ഒക്കെ ചെയ്യുന്നത് കൊണ്ട് പൊട്ടിത്തെറിയും അല്ലെങ്കിൽ ചിലപ്പോൾ ലഹരി ഉപയോഗത്തിലേക്ക് അവർ വഴുതി വീഴാനും ഉള്ള സാധ്യത ഏറെയാണ്. പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളുമായി IT മേഖലയിൽ സേവനം ചെയ്യുന്നവരും എഞ്ചിനീയേഴ്സും മറ്റു തൊഴിൽ വ്യാപൃതരായിരിക്കുന്നവരൊക്കെയും സമീപിക്കാറുണ്ട്. അവരൊക്കെയും ചോദിക്കുന്ന ഒരു ചോദ്യം, കുഞ്ഞുനാളിൽ അവർക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല, ഈ അടുത്ത കാലത്താണ് തുടങ്ങിയത് എന്നുള്ള മട്ടിലാണ്. പക്ഷെ അത് ശരിയല്ല. കാരണം ഇത് ചെറുതിലെ മുതലേ ആരംഭിക്കുന്ന ഒരു പ്രശ്നമാണ്. പക്ഷേ ചെറുതിൽ ഇത് പിടിതരാത്തത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഒന്നുകിൽ അത് സിവിയറിറ്റി തീരെ കുറവായിരിക്കും. രണ്ടാമതെന്ന് പറയുന്നത് നമ്മുടെ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായം വെച്ച് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ 1 മാസത്തെ പരിശ്രമം ധാരാളമാണ്. അപ്പോൾ ഈ 1 മാസം എങ്ങനെയെങ്കിലും ഒക്കെ കഷ്ടപ്പെട്ട് എല്ലാവരുടെയും പരിശ്രമത്താലും എല്ലാവരുടെയും ഉദ്യമത്താലും, ആ എഴുതുന്ന കുട്ടി മാത്രമല്ല ചുറ്റുവട്ടമുള്ളവരുടെയും ഉദ്യമത്താൽ എങ്ങനെയെങ്കിലുമൊക്കെ നല്ല മാർക്ക് കരസ്ഥമാക്കി അവർ നല്ല ജോലിയും കരസ്ഥമാക്കാറുണ്ട്. പക്ഷേ ജോലി എന്ന് പറയുന്നത് അല്ലെങ്കിൽ കരിയർ എന്ന് പറയുന്നത് ജസ്റ്റ് 1 മാസത്തെ അധ്വാനം മാത്രമല്ലോ. അത് ജീവിതകാലം മുഴുവനും നാം അതിൽ തുടർന്ന് നിൽക്കേണ്ടതാണ്. കോമ്പറ്റീഷൻ അതിയായി വർദ്ധിച്ചു വരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ നിപുണത വളരെ കൃത്യമായിട്ട് ഉള്ളതല്ലെങ്കിൽ നമ്മൾ പിന്നോക്കാവസ്ഥയിലായി പോകും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ കാലഘട്ടത്തിൽ പല ചെറുപ്പക്കാരും ഇത്തരം പ്രശ്നങ്ങളുമായി ഞങ്ങളെപ്പോലെയുള്ള സൈക്യാട്രിസ്റ്റിനെ സമീപിക്കാറുള്ളത്. അവർ സാധാരണ പറയുന്നത് അവർ ഓരോ പുതിയ കാര്യം ചെയ്യുമ്പോഴും അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല, ടാസ്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റുന്നില്ല, അത് ഇട്ടിട്ട് മറ്റൊന്നിലേക്ക് ചാടിപ്പോകുന്നു, അല്ലെങ്കിൽ ഒരു ജോലി ഇട്ടിട്ട് മറ്റൊരു ജോലിയിലേക്ക് ചാടിപ്പോകുന്നു, ഡെഡ് ലൈൻ ഒന്നും കീപ്പ് ചെയ്യാൻ പറ്റുന്നില്ല. ഇത്തരം കാര്യങ്ങൾ തന്നെയാണ്. അത് തന്നെയല്ല, അവർക്ക് പിരിപിരിപ്പ് വരുന്നു, അവർക്ക് കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ട് വരുന്നു. തൽഫലമായി പല ചെറുപ്പക്കാരും ഇപ്പോൾ ലഹരിയുടെ പിന്നാലെ പോകുന്ന ഒരു സാഹചര്യം ഉരുത്തിരിയുന്നുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇത് വളരെയധികം പ്രാധാന്യത്തോടെ നാം കാണേണ്ടത്. ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊരു മനോരോഗ വിദഗ്ധനെ കാണാനായിട്ട് മടി വിചാരിക്കരുത്. കാരണം ഇത് ചികിത്സിച്ചാൽ വളരെയധികം ഇമ്പ്രൂവ്മെന്റ് തരുന്ന ഒരു ഘടകമാണ്. അത് തന്നെയല്ല, ഈ ഒരു ഡയഗ്നോസിസ് മിസ്സായാൽ, ഈ ഒരു പ്രശ്നം നിങ്ങൾക്കുണ്ട് എന്ന് മിസ്സായാൽ പലപ്പോഴും മറ്റു പല രോഗങ്ങൾക്കും ആണ് എന്ന് വിചാരിച്ച് അതിന് ചികിത്സ തേടി പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. ഉദാഹരണത്തിന് ഇങ്ങനെയുള്ളവർക്ക് ഒരു പക്ഷെ ഉത്കണ്ഠ ഉണ്ടാകാം. കാരണം സമയത്തിന് ജോലി തീരുന്നില്ല, അല്ലെങ്കിൽ സമയത്തിന് കാര്യങ്ങൾ സമയക്ലിപ്തതയോടെ ചെയ്യാൻ സാധിക്കുന്നില്ല, പ്രോക്രാസ്റ്റിനേഷൻ എപ്പോഴും മാറ്റി മാറ്റി കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം. ഇതൊക്കെയും വരുമ്പോൾ സ്വാഭാവികമായിട്ടും വിഷാദത്തിലേക്കോ അല്ലെങ്കിൽ ഉത്കണ്ഠയിലേക്കോ ലഹരി ഉപയോഗത്തിലേക്കോ ഒക്കെ വഴുതി വീഴാനുള്ള സാധ്യതയുമുണ്ട്. അത് തന്നെയല്ല, പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവം ഉള്ളതുകൊണ്ടും ഇമ്പൾസിവിറ്റി ഉള്ളതുകൊണ്ടും പലപ്പോഴും ബന്ധങ്ങളിൽ ഉലച്ചിലുണ്ടാകാൻ സാധ്യതയുണ്ട്. അത് വ്യക്തിപരമായിട്ടുള്ള ബന്ധങ്ങളാണെങ്കിലും തൊഴിലിടത്തിലുള്ള ബന്ധങ്ങളാണെങ്കിലും. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിന് പരിഹാരം തേടേണ്ടതാണ്. ഇത്തരം ലക്ഷണങ്ങൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മനോരോഗ വിദഗ്ധനെ കണ്ട് അഭിപ്രായം തേടേണ്ടതും അനിവാര്യമാണ്. നന്ദി.